അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നു. ശരിക്കും തബ്ലീഗ് ജമാഅത്തിന് മറുപടി എടുക്കുന്നൊരു സംഭവമാണ് അബ്ദുൽ മലിക് സൽഫി. അപ്പം അതേ മൂപ്പര് പറയാണ്, അവരെ ഒരു പുസ്തകത്തിൽ മൂസ മൗലാന എന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എന്തുണ്ട്, ഇസ്തിഷ്ഫായിൻ്റെ രേഖ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്തിനെ ചോദിക്കുക, അസ്അലുക ഷഫാഅത യാ റസൂലല്ലാഹ്, അങ്ങനെ തന്നെ ചോദിച്ച ഹനഫി മദ്ഹബിലെ തുടങ്ങി ഹംബലി മദ്ഹബിലെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാരുടെ ആ ഒരു ഇസ്തിഷ്ഫായിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഗതി അദ്ദേഹം മലയാളത്തിൽ അത് വായിച്ചിട്ട് അബ്ദുൽ മാലിക് സലഫി പറയാണ്, റസൂലുള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം അസ്അലുക ഷഫാഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഷഫാഅത്തിനെ അങ്ങയോട് ചോദിക്കുന്നു, ഷഫാഅത്തിനെ അങ്ങയോട് ചോദിക്കുന്നു എന്ന പ്രയോഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നടത്തിയ പ്രയോഗം അതൊന്നുകിൽ എന്താണ്, ഷിർക്ക് അക്ബറാണ്, അഥവാ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്, അല്ലെങ്കിൽ വലിയ തിന്മയാണ്. എന്തൊരു മണ്ടത്തരേ പറയുന്നത്. അല്ലെങ്കിൽ വലിയ തിന്മയാണ്, ഒന്നെങ്കിൽ ഷിർക്ക് അക്ബർ, അല്ലെങ്കിൽ അഥവാ ഇസ്ലാമെന്ന് ഒന്നെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ വലിയ തിന്മയാണ്. അപ്പോൾ വലിയ തിന്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഷിർക്കല്ല, വൻപാപാണ്. ഇങ്ങനെ ഷിർക്ക് ഉണ്ടാവുക എന്താ മൂപ്പര് പറയുന്നത്? റസൂലുള്ളാഹിനോട് ദുആ ചെയ്യുന്നതിൽ ഷിർക്കും ഷിർക്കല്ലാത്തതും ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാവാത്ത സംഗതി ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷിർക്കാകുന്നുണ്ട്, ഷിർക്കാകാത്തതുണ്ട്. അതായത് റസൂലുള്ളാഹിനോട് ദുആ ചെയ്താൽ, സുന്നികൾ പറയുന്ന റസൂലുള്ളാഹിനോട് ദുആ ചെയ്താൽ, ഇബാദത്താകുന്ന ദുആ ചെയ്താൽ അത് ഷിർക്കാകുന്ന ഉപ്പ് മാത്രമേ ഉള്ളൂ. അത് സുന്നികൾ നല്ല ബുദ്ധിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ പറയാം. ഈ ജിന്നി വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്താ പറയുന്നത്? അബ്ദുൽ മാലിക് സലഫി എന്താ പറയുന്നത്? ഒന്നുകിൽ ഇസ്ലാമെന്ന് പുറത്ത്, അല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിനകത്ത്, അഥവാ വലിയ തിന്മയായിട്ട് നിൽക്കും. വ്യഭിചാരം പോലെ, കള്ളുകൂടി പോലെ ഷിർക്ക് തൗഹീദായി മാറും. അപ്പോൾ ഇതാണ് ഇവരെ കോലം. ഒരു നിലക്കും പറയുന്ന വിഷയങ്ങളിൽ യാതൊരു സ്ഥിരതയും ഇല്ലാത്തൊരു സംസാരം. അപ്പോൾ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ വഹാബി മതത്തിൽ പെട്ടുപോയവർ കൃത്യമായി ശ്രദ്ധിക്കുക. ഷിർക്കായൊരു സംഗതി ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ കേനമെന്നിറങ്ങിയ ജിന്നി വിഭാഗം വേറെ ഉണ്ടാക്കാൻ തന്നെ കാരണം. അഥവാ ഷിർക്കായൊരു സംഗതി ഷിർക്കല്ല എന്ന് പറഞ്ഞാലും ഷിർക്ക് ചെയ്തവൻ്റെ പോലെ തന്നെ ആകും. കാരണം ഷിർക്ക് ചെയ്യണമെന്നില്ല, ഒരാൾ ആ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കണം എന്നില്ല. ഓനാ വിശ്വാസത്തിൽ പതച്ചുമൂടി കിടന്നുറങ്ങിയാലും എന്തായി? മുശ്രിക്ക് തന്നെയാണ്. അപ്പോൾ അബ്ദുൽ മാലിക് സലഫി പറഞ്ഞ എന്താണ്? നബിതങ്ങളോടുള്ള ദുആ അത് ഷിർക്കല്ലാത്തതും ഉണ്ട്. നഊദു ബില്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ എന്താ ഊതി? അപ്പോൾ ഇവരെ മതത്തിൽ ഇവരെ പിന്നാലെ കൂടിയാൽ ആഖിറത്തിൽ വിരല് കടിക്കേണ്ടി വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഷിർക്ക് തീരുമാനമായിട്ടില്ല. ഷിർക്കും തൗഹീദും തിരിയാതെയുള്ള ഈ വർത്തമാനം വളരെ ഗൗരവമാണ്. ഇത് ചെറിയ കേസല്ല, വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇവരെ ഞങ്ങൾ പിന്തുടരുന്ന റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിൽ കാരണം പറയാൻ കഴിയൂല. KJൻ്റെ മെമ്പർഷിപ്പ് കാണിക്കാൻ പറ്റൂല. അത് KNമാർക്ക് മാത്രം അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇഷ്ടത്തിൻ്റെ മെമ്പർഷിപ്പ് കാണിച്ചാൽ സ്വർഗം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗം കൊടുക്കണം എന്ത് വേണം? സ്വർണം വേണം എന്നാണ് ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗ്രൂപ്പിൽ വിടുന്ന ഓരോ ക്ലാസ്സുകളും വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾക്ക് മുഴുവനും കേൾക്കണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. പലപ്പോഴായി ആവർത്തിക്കുന്നതാണ്, ഒന്നുകൂടി പറയുകയാണ്. കാരണം നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ഇത് കേട്ടു നോക്കൂ. ഈ വഹാബി നേതാക്കന്മാർ അവർ ചില്ലറ ആളുകളല്ല. ഒരു സമൂഹത്തിന് മുഴുവനും നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ എന്ന വ്യാജേന നേതാക്കന്മാരായി വരസി നടക്കുന്ന ആളുകളാണ് ഈ മാലിക് സലഫി ആവട്ടെ, ഈ ഗ്രൂപ്പിലുള്ള അത്രയൊന്നും വിവരമില്ലാത്ത ഒരു മുജാഹിദ് ബാലുശ്ശേരി, അതുപോലെ ഫൈസൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇവർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർക്ക് ഇതുവരെ തൗഹീദ് എന്താണെന്നോ ഷിർക്ക് എന്താണെന്നോ തിന്മ എന്താണെന്നോ തിരിഞ്ഞിട്ടില്ല. നമുക്കറിയാം,
ഒരാൾ ഷിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരാൾ ഷിർക്കിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണിച്ച് കൊടുക്കാൻ കഴിയില്ല. ഒരാൾ തൗഹീദ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഒരാൾ തിന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ ചെയ്ത തിന്മ എന്ന് ചോദിച്ചാൽ നമുക്കത് വീഡിയോ പകർത്താൻ കഴിയും. തെളിവായിട്ട് കൊടുക്കണമെങ്കിൽ അത് വീഡിയോയിൽ പകർത്താൻ കഴിയും. അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ ഷിർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തൗഹീദ് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസമാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നാം ഇപ്പോൾ കണ്ടിട്ടുള്ളത്. എന്താണ്? ഒന്നുകിൽ ഷിർക്കായിരിക്കും, അല്ലെങ്കിൽ തിന്മയായിരിക്കും. ഇത് രണ്ടും വൈരുദ്ധ്യമാണ്. തിന്മയും ഷിർക്കും ഒരിക്കലും ഒന്നാവുകയില്ല. രണ്ടും രണ്ടാണ്, രണ്ടും വൈരുദ്ധ്യമാണ്. അപ്പോൾ ഒന്നുകിൽ ഷിർക്കായിരിക്കും, ഷിർക്കല്ലേ പിന്നെ തിന്മയായിരിക്കും എന്ന് പറയുന്നത് തീരെ അന്തമില്ലാത്ത ഒരു കൂട്ടർ പറയുന്ന വാചകം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ഈ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസത്തിൽ അകപ്പെടാതെ യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളാവാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ഏറ്റവും വലിയ അമീറായിരുന്ന മൂസ മൗലാന റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് വളരെ കൃത്യമായ ഷിർക്കുൽ അക്ബറാണ്. മൂസ മൗലാന്റെ പാട്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ് ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞു. കൊടിയ ഷിർക്കാന്നുണ്ട് അവസാനം പറയാണ് ഒന്നുകിൽ ഇസ്ലാമിന്റെ പുറത്തു പോകും, അല്ലെങ്കിൽ വലിയ തെറ്റായിട്ട് മാറുന്നു. അതായത് ഇസ്ലാമിന്റെ പുറത്തുള്ള വരാന്തയിലൊക്കെ ഉണ്ടാവും, ഏകദേശം മനസ്സിലായി, വരാന്തയിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ എത്തും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുന്ന കാരണമാകുന്ന അല്ലെങ്കിൽ വലിയ തിന്മയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്ന തിന്മയാണിത്. അങ്ങനത്തെ ഒരു ഷിർക്കുണ്ട്. അതായത് ഷിർക്കിന്റെ ഫസ്റ്റ് കോപ്പി ചൈനയിൽ നിന്ന് ഇറക്കിയത്. 2 ഷിർക്കുണ്ട്, ഒറിജിനൽ ഷിർക്കും ഉണ്ട്. സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോ വിട്ടത് അത് മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാമെന്നും ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതി വെള്ളം കുടിക്കാം എന്നതിനുമുള്ള തെളിവാണോ? ഖുർആന് ഓതി ഊതാന്നുള്ളതിന് ഇപ്പൊ വെള്ളത്തിക്ക് ഓതി ഊതാന്നുള്ളതിന് പിന്നെ ഖുർആന് ശിഫ ആണല്ലോ. അതാണ് തെളിവ്. മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാമെന്നും ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതിയ വെള്ളം കുടിക്കാമെന്നതിനും തെളിവ് അതാണോ? ഒന്ന് ഞാൻ പറയട്ടെ. ഖുർആന് ശിഫ ആണല്ലോ മനുഷ്യന്മാർക്ക്. ശിഫയാണ് ആണ്. ഓക്കെ. അത് എങ്ങനെയുള്ള ശിഫ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് ശിഫ മനുഷ്യന്? ഞാൻ നിങ്ങളോട് എന്താ ചോദിച്ചത്? അല്ല നിങ്ങളിപ്പോ ശിഫ ആണെന്ന് പറഞ്ഞു. ഖുർആൻ ശിഫയാണ് എന്നുള്ളത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ്. അത് എങ്ങനെ ശിഫ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അത് എങ്ങനെ ശിഫയാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരണം. അത് ഞാൻ പറഞ്ഞു തരാൻ ഇക്കല്ല, നിങ്ങൾ ചിരിക്കല്ലേ. ഞാനിപ്പോ നിങ്ങൾക്ക് ഇട്ട വീഡിയോ എന്താണ്? മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാം, ഖുർആൻ പാത്രത്തിൽ എഴുതിയിട്ട് ആ വെള്ളം കുടിക്കാം എന്നതിന് രോഗശമനത്തിന് നല്ലതാണെന്നാണ് സിറാജുൽ ഇസ്ലാം പറഞ്ഞത്. ഇതിന് ഹദീസിൽ തെളിവുണ്ട് ഞങ്ങൾ പറഞ്ഞത്. അതെ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ പറഞ്ഞത് അതല്ല. നിങ്ങൾ പറഞ്ഞത് സിറാജുൽ ഇസ്ലാം പറഞ്ഞ അതിന് ഹദീസിൽ തെളിവുണ്ടെന്നാ. അതെ, ആ വെള്ളത്തിൽ ഊതാമെന്ന് കുടിക്കാമെന്നതിന് എവിടെ? ഊതി കുടിക്കാമെന്നുള്ളതിന്, അതേപോലെ കുളിക്കാമെന്നുള്ളതിന്. കുടിക്കാമെന്നത് ഈ ഹദീസിലുണ്ടോ? എങ്ങനെ? ഈ ഹദീസിൽ കുടിക്കാമെന്നതിന് തെളിവുണ്ടോ? വെള്ളത്തിൽ ഊതാന്നുള്ളതിനോ? വെള്ളത്തിൽ ഊതാമെന്നതിനല്ല, കുടിക്കാമെന്നതിന് തെളിവുണ്ടോ? വെള്ളത്തിന് പിന്നെ വെറുതെ ഊതല. അപ്പൊ റസൂൽ അവിടെ കുടിച്ചതാണോ കുളിച്ചതാണോ ചെയ്തത്? ഓക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എന്താണ് സഹോദരങ്ങൾ തെളിവ്? മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാമെന്നതിന് നിങ്ങളോട് തെളിവ് ചോദിച്ചിട്ട് നിങ്ങൾ ഇട്ട തെളിവ് എന്തിനാ? എന്തിനാണ് മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാമെന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഇട്ടത്? അതെ, ഖുർആൻ കൊണ്ട് മന്ത്രിക്കാം, വെള്ളത്തിൽ ഊതാം, അത് ഉപയോഗിക്കാം, ശരീരത്തിൽ തടവാം, കുടിക്കാം എന്നുള്ള സിറാജുൽ ഇസ്ലാം അവിടെ പറഞ്ഞെന്താ? എന്താണ് മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാം. മന്ത്രിച്ച ഖുർആന്
പ്രവാചകൻ പഠിപ്പിച്ച ഞാൻ ചോദിക്കട്ടെ സോപ്പ് കലക്കിയ വെള്ളമായിട്ട് കുളിക്കാം, അത് കുടിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇത് ഞാൻ ചോദിച്ചത് കുളിക്കണ വിഷയമല്ല ചോദിച്ചത്, കുടിക്കണത്. ഓക്കെ ഞാൻ അതിനുള്ള തെളിവുകൾ അത് സിറാജുൽ ഇസ്ലാം പറഞ്ഞതിന് തെളിവായിട്ട് നിങ്ങൾ ഇട്ടത് ഈ രണ്ട് ഹദീസുകളാ. പിന്നെ അത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്നാണ്. ആ രണ്ടും ഒന്നാണ് നിങ്ങൾ ഇട്ടത്, അതാണ്. അതിന് കുടിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതെന്താ ഇതിന്റെ അസല് എന്ന് പറഞ്ഞത് ഒന്ന് ഖുർആൻ കൊണ്ട് മനുഷ്യന്മാർക്ക് ശിഫ ഉണ്ട് എന്നാണ്. അത് നിങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ, അത് നിങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. സിറാജുൽ ഇസ്ലാം പറഞ്ഞത് മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാം എന്നതിന്റെ തെളിവുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഖുർആൻ ശിഫ ആണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്താൽ തെറ്റല്ല. എങ്ങനെ അതെങ്ങനെ തെറ്റാകുകയാണെങ്കിൽ അതിന് കാരണമാണല്ലോ. ഒന്നല്ലെങ്കിൽ അവിടെ ശിർക്ക് വരുന്നുണ്ടോ? അവിടെ ഖുർആനാണല്ലോ പ്രാധാന്യം കൊടുത്തത്. ചങ്ങാതിമാരെ നിങ്ങൾ എവിടെ എത്തിക്കണേ? അല്ല, നിങ്ങൾ പറയണത് ഞാന് വിശുദ്ധന്മാരനാണ് എന്ന നിലക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഞാനൊരു മുജാഹിദാണ്, അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ മുജാഹിദ് ആയാലും സിറാജുൽ ഇസ്ലാം ഈ പറഞ്ഞ ന്യായീകരിച്ചോന് വിഷ്ടംകാരനാ, അല്ലെങ്കിൽ അതേ ആശയമുള്ള വേറെ അല്ലെങ്കിൽ ഖുറാഫി, അല്ലെങ്കിൽ സമസ്തക്കാരന്, അല്ലെങ്കിൽ തബ്ലീഗുകാരന്. മുജാഹിദുകാരെങ്ങനെ പറയില്ല. എന്നാ ഞാൻ ഇത് ലജ്നത്ത് ദായിമിന്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇതേ ആശയമാണ്. എന്തിന് ചങ്ങായി ലജ്നത്ത് ദായിമ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സുബൈലെ കുനൂത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതനാ. എന്താ നമ്മൾ എടുക്കാത്തത്? അല്ല, ലജ്നത്ത് ദായിമ പറഞ്ഞ ഈ സൗദി അറേബ്യയിൽ അതേനെ പറഞ്ഞ് ലജ്നത്തിനെ ദായിമിലെ പണ്ഡിതനെക്കാളും എത്രയോ 10 മടങ്ങ് ഉയരമുള്ള പണ്ഡിതനാണ് ഇമാം ഷാഫി. ഈ ഇമാം ഷാഫി പറഞ്ഞത് എന്താ? ഹലോ, സുബഹിലെ കുനൂത്ത് സുന്നത്താണെന്നാ. എനിക്കറിയില്ല, അതൊന്നും എനിക്ക് അയച്ചേരി. സുബഹിലെ നിങ്ങൾ അന്വേഷിച്ച് നോക്കി, നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്താൻ കിട്ടിയല്ലോ. മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാം, ഖുർആൻ പാത്രത്തിൽ എഴുതിയ വെള്ളം കുടിക്കാം, അത് രോഗശമനത്തിന് നല്ലതാണ് എന്നതിന് നിങ്ങൾ ഹദീസ് വിട്ടെന്ന് എനിക്ക്. അതെ. ആ ഹദീസിൽ ആ വെള്ളം കുടിക്കാമെന്ന് നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഞാൻ നോക്കട്ടെ. അല്ലാഹു അക്ബർ. അപ്പോ കേരള അതുപോലത്തെ മുജാഹിദീൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല കേട്ടോ. എന്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പ് കുത്തിക്കണ് എന്ന് പറഞ്ഞതില്? അല്ല, അതിന് ആര് കൂപ്പ് കുത്തിക്കണ്? ആണെങ്കിലോ അവസ്ഥല്ല, ഞാൻ മുജാഹിദാണ്. വിസ്റ്റങ്കാരോ? ഇതിന് നിങ്ങൾ സിറാജുൽ ഇസ്ലാം ഈ പറഞ്ഞതിന് ഹദീസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ? മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാം, മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാമെന്നും പാത്രത്തിൽ എഴുതി ഖുർആൻ എഴുതിക്കാണ്ട് ആ വെള്ളം കുടിക്കുന്നത് രോഗശമനത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ സിറാജുൽ ഇസ്ലാം പറഞ്ഞതിന് സ്വഹീഹായ ഹദീസ് ഉണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞത്? അതെ, ഇവിടെ ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ കൊണ്ടാണ് ഊതുന്നത്. ഖുർആൻ ഓതിട്ടാ ഊതുന്നത്. ഇത് മതി സഹോദരൻ. നിങ്ങൾ തെളിവ് കുടിക്കാമെന്നതിന് തെളിവ് കൊണ്ട് പോസ്റ്റ് ഇട്ടോ. നിങ്ങളിപ്പോ പോസ്റ്റ് ചെയ്ത് കുടിക്കാമെന്നതിനല്ല. നോക്കട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ഏത് സംഘടനയുടെ ആളാണെന്ന് പറഞ്ഞില്ല. ജയിന്റെ ആളാണ് പറഞ്ഞോളൂ. നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോളൂ. വിസ്ഡത്തിന്റെ ആളല്ലേ? പിന്നെ വേറെന്താ? അപ്പൊ വിസ്ഡത്തിന് അതിന്റെ തുടക്കം മുതൽ തന്നെ അതിലുണ്ടോ? വിസ്ഡത്തിന് തുടക്കം മുതൽ തന്നെ അതിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോലി എന്താണ്? ഇല്ലല്ല, ഞാന് ഈ അടുത്താണ്. ആദ്യം ഇല്ലായിരുന്നു? ആദ്യം അല്ല, അത് പിന്നെ കേരളമാണല്ലോ. പിന്നെന്താ അതിക്ക് പോവാൻ കാരണം എന്താ? അതാണ് ഏറെ ഖുർആനോട് ഹദീസിനോടും പ്രമാണങ്ങളോട് യോജിച്ചത് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പൊ വിസ്ഡം പ്രവർത്തകനാണ്. അതെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.